ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷിരൂര് മണ്ണിടിച്ചിലുണ്ടായിട്ട് ഡ്രൈവർ മരിച്ചില്ലേ, അതിലൂടെ നമ്മളെ വണ്ടി ലോഡായിട്ട് വരുമ്പോഴുള്ള കാഴ്ചകളാണ്. അവിടുത്തെ കാഴ്ചകളും എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം ലോഡ് കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഏകദേശം ഷിരൂർ എത്താനായി. അതായത് നമ്മുടെ മരണപ്പെട്ട ഡ്രൈവർ അർജുൻ മരണപ്പെട്ട സ്ഥലത്തിൻ്റെ അടുത്ത് ഏകദേശം എത്താനായി. എത്തിയിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറെക്കുറെ ഒക്കെ അതേപോലത്തെ ഒരു ഏരിയകളാണ്. പിന്നെ ആകെയുള്ളൊരു ബുദ്ധിമുട്ട്, റോഡിൽ കൂടെ നാട്ടുകാരെ ജനങ്ങളെക്കാട്ടിലും കൂടുതൽ ഇവരേക്കാരുണ്ടാവുക. പച്ചക്കറി അല്ലേ, പച്ചക്കറികൾ വേണ്ടിക്കണം. ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഇതാണ്. നമ്മളെ നാട്ടിലത്തെ മാതിരിയല്ല, കേരളത്തിലെ പോലെയല്ല. ഇപ്പോഴും ആ ഒരു ഓടിട്ട് ഒരു പഴയൊരു രൂപത്തിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഹലോ ഗൈസ്, അതേപോലെ തന്നെയാണ് ഇവിടെ ഈ കട കണ്ടങ്ങൾ. വണ്ടിക്കാരൊരിക്കലും ഈ കടയിൽ കയറിയിട്ട് വണ്ടിക്കുള്ള ലൈറ്റ്, ഫാന് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും മേടിക്കരുത്. ഇവിടെയാണ് കട. ഭയങ്കര റേറ്റാണ് അവിടെ. ഞങ്ങളൊരു വട്ടം ഇപ്പോൾ ഈ കാണുന്ന കരിമ്പടം മേടിച്ചിട്ട് അയ്യടാന്നായി പോയി. ഇല്ലാത്തതുകൊണ്ട് വണ്ടിക്കൊരു ബോറാവില്ലെന്ന് കരുതി മേടിച്ചാണ്. അതിലൊക്കെ സിംഗിൾ പോയാൽ തന്നെ കാര്യമുള്ളൂ. ഹലാലുണ്ടാവില്ല. മഹാരാഷ്ട്രയിൽ മീൻ കുക്കണ മാതിരി ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ മലകള് ഏകദേശമൊക്കെ ഇതേപോലെ തന്നെയാണ്. ഷിരൂര് മലകള്, നിരകള് ഇങ്ങനെയാണ്. തൊട്ടാ ഞാൻ ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നുള്ള കണ്ടീഷനിലേക്കാണ് മലകൾ. ആ ഇപ്പൊ കുഴപ്പമില്ല. ആ പൊരിച്ചാൻ പറ്റും, പൊരിച്ചാനും കറിയാക്കാനും പറ്റും. ഒരിക്കല് പൊരിച്ച ഒരു നേരം നമ്മൾ തിന്നോളൂ. ചെറിയ അല്ലേ. ഞങ്ങളെ ഉച്ചക്ക് കറിയൊക്കെ ഉള്ളതിന് സാധനങ്ങൾ മേടിക്കണം. അതിന്റെ ചർച്ചകളടക്കം. മുന്നിലൊരു വണ്ടി ഉണ്ട്, ഓനാണോ വാങ്ങണത്. ഇവിടെ റോഡ് കുറേയൊക്കെ ഇങ്ങനെയൊക്കെയാണ്. കുറേ നല്ല വീതിയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇടക്ക് ഇതേപോലെ വീതി തീരല്ലാത്ത സ്ഥലങ്ങളാണ്. ഇതിലൊക്കെ രണ്ട് വണ്ടി കറക്റ്റ് പാസിങ്. അപ്പോൾ ഇവിടെ പോകാത്ത വീതി കൂട്ടാനുള്ള പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടൽക്കാടൊക്കെ കട്ട് ചെയ്ത് നശിപ്പിച്ച് പാലം പണിയുന്നുണ്ട്.
കറക്റ്റാണ് ഈ വണ്ടി. നമ്മളിപ്പോൾ ഏകദേശം എത്താനായത് കുംട്ട എന്ന് പറയുന്ന സ്ഥലമാണ്. കുംട്ട ടൗൺ എൻ്റർ ആവുകയാണ്. ഇതാണ് കുംട്ട. പച്ചക്കറി അല്ല, ഫ്രൂട്ട്സാണ്. ഞങ്ങൾ ഉച്ചക്കിൽ കറി ഉണ്ടാക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങണം. അതിനുള്ളൊരു ഓട്ടത്തിലാണ്. കിട്ടിക്കണേ അല്ലേ? ഓനാന്നൊരു വിഷയമല്ല അറിയാം. ഇതെന്താ ഇവിടെ ഏതോ കടൻ്റെ ഉദ്ഘാടനം അങ്ങനെ എന്തൊക്കെയാണ്. എന്താ വരവ്. ഇതാണ്. ഓ ഇപ്പോ എവിടുന്ന് കയറിയാണോ അവനൊക്കെ? പച്ചക്കറി ഇത് അവിടെ കിട്ടും. ഇവിടുന്ന് മേടിക്കണം. പക്ഷെ പോലീസുകാരെ പുറത്തുള്ളതുകൊണ്ട് നിർത്താൻ പറ്റുമെന്ന് അറിയില്ല. ആ കാണുന്നതാണ്. അതിലങ്ങനെ ഒഴുകുണ്ട് ശിരൂര് പുഴ. ഈ ഹൈവേയിൽ വെച്ചിട്ടാണ് നമ്മളെ ഡ്രൈവർ അർജുൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു കേട്ടോ. ഈ പുഴയിൽ ഇവിടെ നിന്നല്ല, ഈ പുഴൻ്റെ ഒരു ഭാഗത്തു നിന്ന് കുറച്ചുകൂടി നമുക്ക് ആ പാലം കയറി അങ്ങനെ പോവാണ്ട്. അതവിടെ ഒരു പാലം കാണുന്നുണ്ട്. നമ്മളെ കൂടെ ഉള്ളൊരു വണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. നോക്കട്ടെ ഇവിടുന്ന് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. പുഴൻ്റെ രൗദ്രഭാവം എപ്പോഴും മാറിയിട്ടില്ല. അന്നത്തെ അതേ അവസ്ഥ തന്നെയാണ്. കലങ്ങിയിട്ട് ആകെ തുമ്പില്ലാതായിക്കുക. ഇവിടെയൊക്കെ മണ്ണ് ഏത് നിമിഷവും ഇടിയുക എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഉണ്ടോ? ഇവിടെയൊക്കെ എപ്പോഴും മണ്ണിടിയാൻ റെഡിയായിട്ട് നിൽക്കും. ഇടിഞ്ഞ് പോയതാണ്, റോഡ് പോയതാണ്. അയ്യോ